ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സൺഡേ ആണല്ലോ. അപ്പോൾ സൺഡേയിലെ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ പണികളൊക്കെ ഒതുക്കി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ദോശയും ചെറുപയർ കറിയൊക്കെ ആയിരുന്നേ. ഇന്നാണെങ്കിൽ ഏട്ടനും വീട്ടിലുണ്ട്. ഏട്ടനാണെങ്കിൽ വല്ലപ്പോഴും സൺഡേകളിൽ വീട്ടിലിരിക്കാറുള്ളത്. കാരണം അധികവും സൺഡേകളിൽ പണികളുണ്ടാകും. അപ്പോൾ ഏട്ടൻ മാക്സിമം പണികളൊന്നും കളയാതെ പണിക്ക് പോകാൻ ശ്രമിക്കും കേട്ടോ. കാരണം നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥകൾ അങ്ങനെയൊക്കെയാണല്ലോ. ലോണുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കിട്ടുന്ന പണികളൊന്നും ഒഴിവാക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ലീവാണ്. അപ്പോൾ ഏട്ടൻ വീട്ടിലുണ്ട്. ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഉച്ചത്തേക്കുള്ള കറി എന്ത് വെക്കും എന്നുള്ളൊരു ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ചിക്കനും മീനൊന്നും വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എന്താ വെക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു തോട്ടിൽ പോയിട്ട് ചേമ്പിൻ്റെ താള് കൊണ്ടുവന്നിട്ട് കറി വെക്കാണ്. അപ്പോൾ ചേമ്പിൻ താളിൻ്റെ കറി നല്ല രസമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമില്ലാത്തവരുണ്ടോ? എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് എങ്ങനെയൊക്കെ വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് അമ്മ നന്നായിട്ട് വെച്ച് തരുന്നത് ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും വായിലുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു രുചിയിൽ എനിക്കിതുവരെ വെക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ചെയ്യുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പേരിയും എന്താ പറയുക മോരൊഴിച്ചിട്ടും അല്ലാണ്ടൊക്കെ നമ്മൾ കറി വെക്കുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ മോരൊഴിച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് തോട്ടിലേക്ക് പോകണം. തോടൊക്കെ പിന്നെ എൻ്റെ മുൻപുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് തോട്ടിൽ പോയിട്ട് ചേമ്പുന്നാളൊക്കെ പറിച്ചു കൊണ്ടുവരാം. വെള്ളം കാണേണ്ട താമസം ആദ്യക്കൂട്ടം തോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനാണെങ്കിൽ വെള്ളത്തിൽ കളിക്കുക എന്ന് പറയുന്നത് അതിൽ പര സന്തോഷം വേറെ ഒന്നുമില്ല. വീട്ടിലധികം ചേച്ചിയുടെ അടുത്ത് ചീത്ത കിട്ടുന്നത് അവൻ വെള്ളത്തിൽ കളിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവൻ ഏട്ടൻ്റെ കൂടെ അങ്ങനെ വെള്ളത്തിൽ കളിക്കുകയാണ്. അങ്ങനെ വെള്ളത്തിൽ കളിച്ച് ആദ്യക്കുട്ടൻ ഡ്രസ്സൊക്കെ നനച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള താളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് നിറച്ചും പുല്ല് കയറിയിരിക്കുകയാണ്. മുറ്റത്ത് ഇതുപോലെ പുല്ല് വന്നിട്ട് ഞാൻ കുറേ ദിവസം മുൻപ് വൃത്തിയാക്കിയതാണ്. ഇപ്പം വീണ്ടും മുളച്ചുണ്ടാവുന്നുണ്ട് കേട്ടോ. ചെറിയ പുല്ലുകൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. വീട്ടിലെത്തി പിന്നെ ഞാൻ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ. എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഡ്രസ്സിലൊക്കെ കറ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഓർത്തുമില്ല. പോകുമ്പോൾ വേറെ ഡ്രസ്സ് ഇട്ടാൽ മതിയായിരുന്നു, പക്ഷേ ഓർത്തില്ല. ഞാൻ താളൊക്കെ നന്നാക്കുമ്പോഴത്തേക്കും ഏട്ടൻ തേങ്ങയൊക്കെ പൊളിച്ച് ശരിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിളച്ചു. ഏട്ടൻ പോയി അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് വേഗം പണിയൊക്കെ തീർത്തിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അതായത് ഇന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് എവിടെയും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കാനാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഏട്ടനും എപ്പോഴേലൊക്കെ അല്ലേ ലീവ് കിട്ടുന്നുള്ളൂ. അപ്പോൾ പിന്നെ വീട്ടിലങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ അരിയൊക്കെ ഇട്ട് ചോറൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. താളൊക്കെ അരിഞ്ഞെടുത്തു. ഞാനത് എങ്ങനെയാട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഏട്ടനാണെങ്കിൽ കറിക്കിടെ തേങ്ങയൊക്കെ ചിരവിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തേങ്ങ ചിരവലും കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് അത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൈസ് കുക്കറിലേക്ക് വെക്കണം. അപ്പോൾ ഏട്ടൻ റൈസ് കുക്കറിലേക്ക് വെക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നീതു വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവളോട് സംസാരിച്ചുകൊണ്ട് തേങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ റെഡിയാക്കി അരച്ചുകൊണ്ട് വന്നത്. ഞാൻ ചട്ടിയിലാണ് വെക്കാൻ പോകുന്നത്. ചിലർ കുക്കറിലൊക്കെ വെക്കുന്നതാണ്, പക്ഷെ ഞാൻ ചട്ടിയിലാണ് വെക്കാൻ പോകുന്നത്. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഉണക്കലും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് വറക്കട്ടെ. അപ്പോൾ നമ്മുടെ ചോറും കറിയും ഉണക്കൽ വറുത്തും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ പെരും മഴ. രാവിലെ ആണെങ്കിൽ നല്ല വെയിലായിരുന്നേ. ഇപ്പോൾ അതേ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറൊക്കെ എടുത്ത് ചോറ് കഴിക്കാനായിട്ട് ഇരുന്നേ. പുറത്താണെങ്കിൽ മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചത്തെ. അപ്പോൾ ഇന്നത്തെ സൺഡേ അങ്ങനെയൊക്കെ അങ്ങോട്ട് തീർന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ താള് കറി. അപ്പോൾ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. നല്ല രസമാണ് കഴിക്കാനായിട്ട്. കഴിച്ചവരുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.